Good morning. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം എടുത്തതിന്റെ ഒരു continuation ആണ് tax evasion and tax avoidance and tax management. In the last class we have studied what is tax planning, what are the factors that are to be considered while tax planning, what are the advantages of tax planning, what are the limitations of tax planning. Now we can see the second method for reducing or avoiding the tax liability, that is tax evasion. Tax evasion, in simple words, we can say that avoiding the tax liability by using illegal means. ഓക്കെ, അപ്പോൾ ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്സ് ലയബിലിറ്റി ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യാണ്. എങ്ങനെയാണ്? ബൈ അഡോപ്റ്റിംഗ് ഇല്ലീഗൽ മീൻസ്. And it is defined as when a person conceals his real income or withholds actual information regarding his income or make false claims so as to reduce the tax liability, it is called tax evasion. എന്ന് പറഞ്ഞാല് ഒരാള് അവരുടെ റിയൽ ഇൻകം മറച്ചു വെക്കുക, അല്ലെങ്കിൽ ആക്ച്വൽ ഇൻഫർമേഷൻസ് വിത്ത് ഹോൾഡ് ചെയ്യുക, അതായത് പുറത്താക്കാതിരിക്കുക. അവരുടെ ഇൻകത്തിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും പുറത്തു വിടാതിരിക്കുക. അതല്ലെങ്കിൽ അവർക്ക് എന്താ പറയാ, ഫോൾസ് ക്ലെയിംസ് അവര് നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത എക്സ്പെൻസുകളൊക്കെ കാണിച്ചിട്ട് ഇൻകം കുറയ്ക്കുക. അങ്ങനെ ടാക്സ് ലയബിലിറ്റി കുറയ്ക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ടാക്സ് ഇവേഷൻ. അപ്പൊ ടാക്സ് ഇവേഷൻ is a deliberate attempt made by the assessee to avoid or reduce the tax liability. In the case of tax evasion, the assessee adopt illegal ways. അതായത് നമ്മൾ ടാക്സ് പ്ലാനിങ് എങ്ങനെയായിരുന്നു? ലീഗലായിട്ട് ടാക്സ് ലയബിലിറ്റി കുറയ്ക്കുന്നതാണ്. പക്ഷെ ടാക്സ് ഇവേഷനിലേക്ക് വരുമ്പോൾ ഇല്ലീഗലായിട്ട് ടാക്സ് ലയബിലിറ്റി കുറയ്ക്കാൻ വേണ്ടി ഹി വിത്ത് ഹോൾഡ് ആക്ച്വൽ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഹിസ് ഇൻകം ഓർ മേക്കിംഗ് ഫോൾസ് ക്ലെയിംസ് ഫോർ ദി എക്സ്പെൻസസിന്റെ ഫോൾസ് ക്ലെയിംസ് അയാൾ നേടിയെടുക്കുന്ന ഇന്ന എക്സ്പെൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഇൻകം കുറച്ച് കാണിക്കുക. അങ്ങനെ ടാക്സ് ലയബിലിറ്റി കുറയ്ക്കുന്നതിനെ പറയുന്ന പേരാണ് ടാക്സ് ഇവേഷൻ. സോ ഇറ്റ് ഈസ് എ ഇല്ലീഗൽ വേ ഓഫ് അവോയ്ഡിംഗ് ടാക്സ് ലയബിലിറ്റി. All activities of tax evasion are considered as illegal, immoral and anti-national. So it is punishable with imprisonment and fine. അതായത് ഇല്ലീഗൽ ആണ്, ഇമ്മോറൽ ആണ്, ആന്റി സോഷ്യൽ ആണ്. സോ അതുകൊണ്ട് തന്നെ ടാക്സ് ഇവേഷൻ എന്ത് പ്രാക്ടീസ് നടത്തിയാലും അത് ഇംപ്രിസൺമെന്റും ഫൈനും ഉണ്ടായിരിക്കും. ഇംപ്രിസൺമെന്റ് ജയിലിൽ കിടക്കേണ്ടി വരും, ഫൈൻ അടയ്ക്കേണ്ടതായിട്ടും വരും. അപ്പൊ ഷോർട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ assessee adopt illegal practices for avoiding tax liability. It is known as tax evasion. Now we can see what are the tax evasion practices. എന്തൊക്കെയാണ് tax evasion practices? 1. ബിനാമി ട്രാൻസാക്ഷൻസ്. ഇത് കുറച്ച് എക്സാമ്പിൾസ് മാത്രമേ ഉള്ളൂ. ബിനാമി ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. നമ്മൾ വേറൊരാളുടെ പേരിൽ ട്രാൻസാക്ഷൻ നടത്തുക. ഇപ്പൊ ഒരുപാട് ഇൻകം ഈ സ്ഥല കച്ചവടമൊക്കെ അവരൊക്കെ ചെയ്യുന്നതാണ്. അവർക്ക് കുറെ സ്ഥലം എന്താ പറയാ കച്ചവടം ചെയ്യുമ്പോൾ കുറെ ഇൻകം വരും. അപ്പൊ അതിനൊക്കെ അവര് ടാക്സ് കൊടുക്കണം. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി അവർ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻകം ഇല്ലാത്തവരുടെ അല്ലെങ്കിൽ ഇൻകം കുറവുള്ളവരുടെ അല്ലെങ്കിൽ ജോലി ഇല്ലാത്തവരുടെ പേരില് അവര് സ്ഥലം വാങ്ങും. ശരിക്കും അതിന് പൈസ കൊടുക്കുന്നത് വേറൊരാളായിരിക്കും. അപ്പൊ വേറെ ആരുടെയെങ്കിലും പേരില് ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ബിനാമി ട്രാൻസാക്ഷൻസ്. അപ്പൊ അതൊരു ടാക്സ് ഇവേഷൻ പ്രാക്ടീസ് ആണ്. ദെൻ നോൺ ഡിസ്ക്ലോഷർ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. അതായത് ഇപ്പൊ സ്ഥലങ്ങളൊക്കെ വിറ്റു, ലാൻഡ് വിറ്റു, ബിൽഡിംഗ് വിറ്റു, അതൊക്കെയാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അതൊന്നും കാണിക്കാതിരിക്കുക. പിന്നെ ചാർജിങ് പേഴ്സണൽ എക്സ്പെൻസസ് അഗെയിൻസ്റ്റ് ഇൻകം. അതായത് പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പെൻസ്, ഇപ്പൊ നമ്മുടെ വീട്ടില് സെർവന്റിന് സാലറി കൊടുത്തു, നമ്മൾ വീട്ടിൽ എന്താ പറയാ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം കൊടുത്തു, ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം കൊടുത്തു, അതൊക്കെ നമ്മുടെ ഇൻകം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ചാർജ് ചെയ്യണം. അതായത് ഇൻകത്തിൽ നിന്ന് അതൊക്കെ സെറ്റ് ഓഫ് ചെയ്യുന്നു, കുറയ്ക്കുന്നു. പിന്നെ ഫോൾസ് ക്ലെയിംസ് ഫോർ ചാരിറ്റബിൾ ഡൊണേഷൻസ്. അതായത് ഡൊണേഷൻ ആക്ച്വലി കൊടുത്തിട്ടുണ്ടാവില്ല, നമ്മുടെ ആരുടെയെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ ഈ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണെങ്കിൽ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് എത്രയും രൂപ ഡൊണേഷൻ കിട്ടി എന്നൊക്കെ പറഞ്ഞ ഒരു ഫോൾസ് ആയിട്ട് നമ്മളൊരു റെസിപ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ. കൺസീൽ ആക്ച്വൽ സെയിൽ ഓർ ഹാവ് അൺറെക്കോർഡഡ് സെയിൽ. അതായത് ആക്ച്വൽ സെയിൽസ് കാണിക്കാതിരിക്കുക, അല്ലെങ്കിൽ സെയിൽസ് റെക്കോർഡ് ചെയ്യാതിരിക്കുക. ഇതൊക്കെയാണ് സം ടാക്സ് ഇവേഷൻ പ്രാക്ടീസസ്. ഫോർ എക്സാമ്പിൾ ബിനാമി ട്രാൻസാക്ഷൻസ്, non-disclosure of capital gain on sale of asset, charging personal expenses against taxable income, false claims for charitable donations,
concealment of actual sales or unrecording of sales. ഇതാണ് ടാക്സ് ഇവേഷൻ. Now we can see what you mean by tax avoidance. 4 മെത്തേഡ്സ് ആണുള്ളത്. അതിലെ തേർഡ് മെത്തേഡ് ആണ് ടാക്സ് അവോയ്ഡൻസ്. ടാക്സ് അവോയ്ഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസസി റെഡ്യൂസിങ് ദി ടാക്സ് ലയബിലിറ്റി ബൈ യൂസിങ് ലൂപ്പ് ഹോൾസ് ഓഫ് ലോ. അതായത് ഈ ലോയിൽ തന്നെയുള്ള ഇൻകം ടാക്സിൽ തന്നെയുള്ള ലൂപ്പ് ഹോൾസ് എന്ന് പറഞ്ഞാൽ പഴുതുകൾ, ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ച് ടാക്സ് ലയബിലിറ്റി കുറയ്ക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ടാക്സ് അവോയ്ഡൻസ്. അപ്പൊ ഇതൊന്നും അവിടെ ഇങ്ങോട്ട് തെറ്റിപ്പോവരുത്. ടാക്സ് അവോയ്ഡൻസ് എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ചെയ്യാണ് ടാക്സ്. അവോയ്ഡിങ് ഓർ റെഡ്യൂസിങ് ദി ടാക്സ് ലയബിലിറ്റി എങ്ങനെ? ബൈ യൂസിങ് ലൂപ്പ് ഹോൾസ് ഓഫ് ലോ. ലോയിലുള്ള ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചിട്ട് ടാക്സ് ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ടാക്സ് അവോയ്ഡൻസ്. അപ്പൊ ടാക്സിൽ തന്നെയുള്ള ലൂപ്പ് ഹോൾസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് ലീഗലി പെർമിസിബിൾ ആണ്. ഈവൻ ദോ ഇറ്റ് ഈസ് നോട്ട് ഇല്ലീഗൽ, ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ഇമ്മോറൽ because it is possible only by interpreting law in favor of the assessee. ഇല്ലീഗൽ അല്ലെങ്കിൽ പോലും ഇത് ഇമ്മോറൽ ആയിട്ട് അല്ലെങ്കിൽ ആന്റി സോഷ്യൽ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. കാരണം ഇപ്പൊ ലൂപ്പ് ഹോൾസ് ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഫേവർ ചെയ്യുന്ന രീതിയിൽ നിയമത്തിനെ ഞാൻ ഇന്റർപ്രറ്റ് ചെയ്യണം. അപ്പൊ ഓരോരുത്തരുടെയും ഇന്റർപ്രിട്ടേഷൻ അനുസരിച്ചിട്ട് അത് നമ്മൾ കേസ് കൊടുത്ത് വാദിച്ച് നേടിയെടുക്കുകയാണ് ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതൊരു ഇമ്മോറൽ പ്രാക്ടീസ് ആണ്, അതുപോലെ ആന്റി സോഷ്യൽ പ്രാക്ടീസ് ആണ്. This is about tax avoidance. But tax avoidance simply means the attempt made by the assessee to reduce or avoid the tax liability by using loopholes in law. So it is legally permissible, but it is considered as immoral because it is possible only by interpreting law in favor of the assessee. Now we can see what is tax management. എന്താണ് tax management? നാലാമത്തെ, this is the fourth method of reducing or avoiding the tax liability. Actually it is not a method, it is the compliance ആണ്. അതായത് tax management എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it involves compliance of legal requirements in connection with the tax. അതായത് ടാക്സുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ലീഗൽ റിക്വയർമെന്റ്സും നമ്മൾ കംപ്ലൈ ചെയ്യുക, അതായത് അനുസരിക്കുക. അതിനെ പറയുന്ന പേരാണ് ടാക്സ് മാനേജ്മെന്റ്. അപ്പം നേരത്തെ മൂന്നെണ്ണം ആക്ച്വലി മെത്തേഡ്സ് ആണ്, പക്ഷെ ഇതൊരു മെത്തേഡ് അല്ല. ഇതും മെത്തേഡായിട്ട് പറയാൻ കാരണം നമ്മൾ ഇൻകം ടാക്സിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ലീഗൽ റിക്വയർമെന്റ്സും നമ്മൾ കംപ്ലൈ ചെയ്യണം. ആ കംപ്ലയൻസ് ഉണ്ടെങ്കിലാണ് ടാക്സ് പ്ലാനിങ് ഒക്കെ പോസിബിൾ ആവുള്ളൂ. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ടാക്സ് മാനേജ്മെന്റ് ഈസ് ദി ഇമ്പോർട്ടന്റ് മെത്തേഡ് ഓഫ് റെഡ്യൂസിങ് ദി ടാക്സ് ലയബിലിറ്റി. ഇത് ചോദിക്കാറുണ്ട് ഡെഫിനിഷൻ. ഇപ്പൊ ടാക്സ് മാനേജ്മെന്റ് ഇൻവോൾവ്സ് കംപ്ലയൻസ് ഓഫ് legal requirements in connection with the tax. So tax planning without tax management or tax management without tax planning are meaningless. അതായത് ടാക്സ് പ്ലാനിങ് ചെയ്യണമെങ്കിൽ ടാക്സ് മാനേജ്മെന്റ് വേണം. ഒരു നല്ല ടാക്സ് മാനേജ്മെന്റിന്റെ ടാക്സ് പ്ലാനിങ് അത്യാവശ്യമാണ്. അതില്ലെങ്കിൽ രണ്ടും മീനിങ്ലെസ് ആണ്. ഇനി എന്തൊക്കെയാണ് ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ടാക്സ് മാനേജ്മെന്റ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു ടാക്സുമായി ബന്ധപ്പെട്ട എല്ലാ ലീഗൽ റിക്വയർമെന്റ്സും ഫുൾഫിൽ ചെയ്യുന്നതിനെയാണ് ടാക്സ് മാനേജ്മെന്റ് എന്ന് പറയുക. സോ വാട്ട് ആർ ദി റിക്വയർമെന്റ്സ്? നമുക്കറിയുന്നതാണ് TDS പിടിക്കണം, ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ്, കളക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ്, ദെൻ പേയ്മെന്റ് ഓഫ് ടാക്സ്. അതായത് TDS പിടിക്കണം, ടാക്സ് അറ്റ് സോഴ്സ് കളക്ട് ചെയ്യണം, അതായത് എംപ്ലോയർ അത് കളക്ട് ചെയ്ത് ഗവൺമെന്റ് ട്രഷറിയിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. നമ്മൾ ഓൺ ഓർ ബിഫോർ ഡ്യൂ ഡേറ്റ് നമ്മൾ ടാക്സ് പേയ്മെന്റ് നടത്തണം. പിന്നെ എന്തെങ്കിലും ഇപ്പൊ ബിസിനസ് ഒക്കെ ആണെങ്കിൽ എല്ലാ അക്കൗണ്ട്സും നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യണം. ആ അക്കൗണ്ട്സ് ഒക്കെ നമ്മൾ ഇറ്റ് ഷുഡ് ബി ഗെറ്റ് ഇറ്റ് ഓഡിറ്റഡ് ബൈ ദി ചാർട്ടേഡ് അക്കൗണ്ടൻസ്. ദെൻ പേയ്മെന്റ് ഓഫ് സർട്ടേൺ സംസ് ഓൺ ഓർ ബിഫോർ ദി ഡ്യൂ ഡേറ്റ് ഓഫ് ഫർണിഷിംഗ് റിട്ടേൺ. അതായത് ഇപ്പൊ പേയ്മെന്റ് ഓഫ് സർട്ടേൺ സം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഡിഡക്ഷൻസ് ഒക്കെ ക്ലെയിം ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൗസിംഗ് ലോൺ എടുത്തു, ഹൗസിംഗ് ലോണിന് ഇൻട്രസ്റ്റ് നമുക്ക് ടാക്സിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഇൻട്രസ്റ്റ് ഓൺ ഓർ ബിഫോർ ദി ഡ്യൂ ഡേറ്റ് നമ്മളത് അതിന്റെ ലീഗൽ റിക്വയർമെന്റ്സ് നമ്മൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവണം. ആ ഡോക്യുമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് ഇത്ര എമൗണ്ട് ഡ്യൂ ആയി എന്നുള്ള ഡോക്യുമെന്റ് ഡ്യൂ ഡേറ്റിന് മുമ്പ് നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ തന്നെ നമ്മളത് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ എന്തൊക്കെ എമൗണ്ട് ഉണ്ടോ ഇറ്റ് ഷുഡ് ബി പെയ്ഡ് ഓൺ ഓർ ബിഫോർ ദി ഡ്യൂ ഡേറ്റ്. Then fulfillment of conditions to claim deductions. Deductions claim ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കണ്ടീഷൻസും നമ്മൾ ഫുൾഫിൽ ചെയ്യണം. റിട്ടേൺസ് ഓൺ ഓർ ബിഫോർ ദി ഡ്യൂ ഡേറ്റ് നമ്മൾ ഫയൽ ചെയ്യണം. ഇപ്പൊ ഈ ഫയലിംഗ് ആണ് ജൂലൈ 31 ആണ് ഇൻഡിവിജ്വലിന്റെ റിട്ടേൺസ്. അപ്പൊ ആ സമയത്ത് നമ്മൾ അത് കൊടുക്കുക വേണം. അപ്പൊ ഇത്രയാണ് ടാക്സ് മാനേജ്മെന്റിന്റെ ഡിഫറെന്റ് ആസ്പെക്ട്സ്.
അപ്പൊ ടാക്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വി ആർ കംപ്ലൈയിങ് ദി ലീഗൽ റിക്വയർമെന്റ്സ് ഇൻ കണക്ഷൻ വിത്ത് ദ ടാക്സ് ഓർ ടാക്സ് മാറ്റേഴ്സ്. ദാറ്റ് ഈസ് ഡിഡക്ഷൻ ഓഫ് TDS, collection of TDS, payment of tax, filing of return on or before the due date, maintenance of necessary accounts and audit of accounts, payment of certain sums like life insurance premium, interest on, etc. on or before the due date of furnishing return, then fulfillment of conditions to claim deductions. ഇപ്പൊ നമുക്കറിയാം ഡിഡക്ഷൻസ് കിട്ടണമെങ്കിൽ ഇപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണെങ്കിൽ കുറെ കണ്ടീഷൻസ് അവിടെ പറയുന്നുണ്ട് ഹൗസിംഗ് ലോണിന്റെ. പിന്നെ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ആണെങ്കിലും അവിടെയും കുറെ കണ്ടീഷൻസ് ഉണ്ട്. അതായത് പ്രീമിയം കൊടുക്കുന്ന പ്രീമിയം ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 10% ഓഫ് ദി സം അഷ്യൂർഡ്. അങ്ങനെ ഓരോ ഡിഡക്ഷനും ഓരോ കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ ഫുൾഫിൽ ചെയ്യണം. റിട്ടേൺസ് ഓൺ ഓർ ബിഫോർ ദി ഡ്യൂ ഡേറ്റ് നമ്മൾ ഫർണിഷ് ചെയ്യണം. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിരുന്നു. അപ്പൊ 4 മെത്തേഡ്സ് ആണ് നമുക്ക് ടാക്സ് കുറയ്ക്കാൻ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാനായിട്ടുള്ളത്. ഒന്ന് ടാക്സ് പ്ലാനിങ് ആണ്. ടാക്സ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവെയിലിംഗ് ഡിഡക്ഷൻസ്, എക്സംഷൻസ്, റിബേറ്റ് എക്സെട്ര ഫോർ റെഡ്യൂസിംഗ് ദി ടാക്സ് ലയബിലിറ്റി ടു ദി മിനിമം. ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലീഗൽ മീൻസ് അഡോപ്റ്റ് ചെയ്തിട്ട് ടാക്സ് ലയബിലിറ്റി പ്രിവെന്റ് ചെയ്യുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്ന പ്രാക്ടീസ് ആണ് ടാക്സ് ഇവേഷൻ. ഇല്ലീഗൽ ആണ്. ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ ഇൻകം എന്താ പറയുക ഒളിച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ കൺസീൽ ചെയ്തിട്ട് വിത്ത് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ടാക്സ് ഒഴിവാക്കുന്ന പ്രോസസ്സാണ് ടാക്സ് ഇവേഷൻ. ഇല്ലീഗൽ മീൻസ് ആണ് ടാക്സ് ഇവേഷൻ. ടാക്സ് അവോയ്ഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഗലി പെർമിസിബിൾ ആണ്. നമ്മൾ അവിടെ ചെയ്യുന്നത് ടാക്സിൽ തന്നെയുള്ള ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചിട്ട് ടാക്സ് ലയബിലിറ്റി കുറയ്ക്കുന്നതാണ് ടാക്സ് അവോയ്ഡൻസ്. ഇനി ടാക്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത് മൂന്നിൽ നിന്നും വ്യത്യാസമായിട്ട് ടാക്സ് മാറ്റേഴ്സ്, അതായത് ടാക്സുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ലീഗൽ റിക്വയർമെന്റ്സും ഫുൾഫിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ടാക്സ് മാനേജ്മെന്റ്. അതുകൊണ്ട് തന്നെ ടാക്സ് പ്ലാനിങ് വിത്തൗട്ട് ടാക്സ് മാനേജ്മെന്റ് ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് മെത്തേഡ്സ് ഓഫ് റെഡ്യൂസിങ് ഓർ അവോയ്ഡിങ് ദി ടാക്സ് ലയബിലിറ്റി. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.